പുനർജനി ഹെലികോപ്റ്റർ വിവാദങ്ങളിൽ ഏറ്റുമുട്ടി സിപിഎമ്മും മുഖ്യമന്ത്രി വി ഡി സതീശനും. പുനർജനിയിൽ തനിക്ക് ക്ലീൻ ചിറ്റ് നൽകിയത് ഇടത് സർക്കാരെന്ന സതീശന്റെ മറുപടി. എന്നാൽ ഹെലികോപ്റ്റർ വിവാദത്തിലെ കടന്നാക്രമണത്തിൽ പ്രതിരോധത്തിലായി മുഖ്യമന്ത്രി. വിശദീകരണത്തിലും വൈരുദ്ധ്യം. മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷവും തമ്മിലുള്ള രാഷ്ട്രീയ ഏറ്റുമുട്ടൽ തുടരുകയാണ്. രണ്ട് വിഷയങ്ങളിലാണ് ഏറ്റുമുട്ടൽ തുടരുന്നത്. ഒന്ന് പുനർജനിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും മറ്റൊന്ന് ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട വിവാദത്തിലും. ഇന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഈ രണ്ട് വിഷയങ്ങളിലും വി ഡി സതീശനെ കടന്നാക്രമിച്ചു. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഈ രണ്ട് വിഷയങ്ങളിലും വി ഡി സതീശൻ മറുപടിയും നൽകി. പുനർജനിയുമായി ബന്ധപ്പെട്ട് വി ഡി സതീശന്റെ മണ്ഡലത്തിലെത്തിയാണ് എം വി ഗോവിന്ദൻ വിമർശനം ഉന്നയിച്ചത്. മുഖ്യമന്ത്രിയെ വെള്ളപൂശി അവതരിപ്പിച്ചിരിക്കുകയാണ്. എല്ലാ കേസും അവസാനിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോഴും ഹൈക്കോടതിയിൽ കേസുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ തന്നെ ജില്ലാ സെക്രട്ടറിയാണ് യഥാർത്ഥത്തിൽ കേസ് നൽകുന്നത്. എന്നാൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് വിജിലൻസ് തനിക്ക് ക്ലീൻ ചിറ്റ് നൽകിയതെന്നായിരുന്നു വി ഡി സതീശന്റെ മറുപടി. രണ്ട് വിജിലൻസ് ഡയറക്ടർമാർ റിപ്പോർട്ട് കൊടുത്തു. ഒന്ന്, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അട്രാക്ട് ചെയ്യുന്ന ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, ക്ലീൻ ചിറ്റാണ്. അപ്പോൾ പറഞ്ഞു FCRI അന്വേഷിക്കാൻ പ്രകാരം തീർക്കരുതല്ലേ, ഞാൻ പ്രതിപക്ഷ നേതാവാണല്ലോ. ഒരു FCRI വയലേഷനും ഇല്ലെന്നും പറഞ്ഞ് രണ്ടാമത്തെ രണ്ട് വിജിലൻസ് ഡയറക്ടർമാരെ ഞാൻ സ്വാധീനിച്ചെന്ന് പറയരുത്. അപ്പോൾ എല്ലാ അന്വേഷണം നടത്തി എല്ലാ റിപ്പോർട്ടും കൊടുത്തത് പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. ഈ ഒരു പുകമറ ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും എനിക്കെതിരായിട്ട് ക്യാമ്പയിൻ നടത്തി. എന്നാൽ CBI അന്വേഷണത്തിന് സാധ്യതയില്ലെന്ന നിയമോപദേശം കഴിഞ്ഞ സർക്കാർ പൂഴ്ത്തിയെന്നും വി ഡി സതീശൻ ആരോപിച്ചു. അതിൻ്റെ ഇടയിൽ വയനാട് ഞങ്ങളുടെ ക്യാമ്പ് നടത്തുന്ന ദിവസം അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് CBI അന്വേഷിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി ഓർമ്മയുണ്ടല്ലോ, ഞാൻ പേടിച്ചു പോയി. ഉടനെ CBI അന്വേഷണം ഏർപ്പെടുത്തിക്കൊള്ളാൻ പറഞ്ഞു. CBI അന്വേഷണം ഇതിനകത്ത് നിലനിൽക്കുക. കാരണം വിജിലൻസിനൊരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും പറ്റാത്തൊരു കേസിൽ CBI അന്വേഷണം നിലനിൽക്കില്ലെന്നുള്ള നിയമോപദേശം ഗവൺമെന്റിന് കിട്ടി. ഹെലികോപ്റ്ററാണ് രണ്ടാമത് CPM ഉന്നയിക്കുന്ന മറ്റൊരു വിഷയം. ഭാര്യാപിതാവിനെ കാണാൻ കൊച്ചിയിൽ ഹെലികോപ്റ്ററിൽ പോയി എന്ന് വി ഡി സതീശന് പറയാൻ എന്താണ് മടിയെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ ചോദ്യം. ഞാൻ പോയത് ഭാര്യാപിതാവിനെ കാണാനല്ല, പിന്നെന്തിനാണ്? സംരംഭകനെ കാണാനാണ്. സംരംഭകൻ. പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ കാണാൻ പോയ സംരംഭകൻ ആരാണ്? പേര് പറയില്ല. ഇല്ല. എന്നാൽ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഹെലികോപ്റ്റർ വിവാദത്തിൽ കൂടുതൽ വിശദീകരണത്തിന് തയ്യാറായില്ല. അല്ല, രഹസ്യമായി ചിലരെ കാണേണ്ടി വരും, അല്ലാതെയും കാണേണ്ടി വരും. ചിലപ്പോൾ മുഖ്യമന്ത്രിയെ ഇവിടെ വന്ന് കാണും. നിങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കുന്ന ഗൗരവതരമായ പ്രശ്നങ്ങളുള്ളപ്പോൾ ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ വിവാദമാക്കാൻ താല്പര്യം. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഐ ഹാവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. ഇനി വേണ്ട. എന്നാൽ ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അദ്ദേഹം നടത്തിയ പ്രതികരണത്തിൽ ചില വൈരുദ്ധ്യങ്ങളും ഉണ്ടായിരുന്നു. അടിയന്തരമായി നിക്ഷേപകരെ കാണാൻ കൊച്ചിയിലേക്ക് ഹെലികോപ്റ്ററിൽ പോയി എന്നായിരുന്നു കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വിശദീകരിച്ചത്. ഇത്തവണ പക്ഷേ അത് മാറി. ഞാൻ അന്ന് വൈകുന്നേരം എറണാകുളത്തുള്ളതുകൊണ്ട് എറണാകുളത്ത് കാണാമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അവസ്ഥ. മുഖ്യമന്ത്രി കള്ളം പറയുകയാണെന്ന എം വി ഗോവിന്ദന്റെ ആരോപണത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് 6 മാസം മുൻപ് തന്നെ തനിക്കെതിരെ അതേ ആയുധമാണ് പ്രയോഗിച്ചതെന്നും മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.